ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുര, ഈ നമ്മൾ മനസ്സിലാക്കുന്ന ഈ വാർത്ത, ഈ തീർത്ഥക്കിണർ അശുദ്ധമാക്കാനുള്ള ശ്രമം, അതോടൊപ്പം തന്നെ ചെങ്കല്ല് കൊണ്ട് ഈ വഴി അടച്ച് തടസ്സപ്പെടുത്തി ഈ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ബക്കറ്റ്, അതോടൊപ്പം കിണറിന്റെ മുകളിൽ ഇട്ടിരുന്ന വല എന്നിവയൊക്കെ നശിപ്പിച്ചു. അതായത് ക്ഷേത്ര കിണറും പരിസരവും അശുദ്ധമാക്കാനുള്ള ആസൂത്രിത ശ്രമം. എന്താണ് ശരിക്കും ഉണ്ടായത്? ഇത് നൂറ്റാണ്ടുകളായിട്ട് ക്ഷേത്രത്തിലേക്ക് ഉപയോഗിക്കുന്ന ക്ഷേത്രത്തിന്റെ തീർത്ഥക്കിണറാണ്. ക്ഷേത്രം ശാന്തി മാത്രമാണ് ഈ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. ഈ കിണർ അശുദ്ധമാക്കി ഇവിടെ ക്ഷേത്രവിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുത്തുക എന്ന ആസൂത്രിത ശ്രമമാണ് ഇതിന്റെ പുറകിലുള്ളത്. അവര് ഞങ്ങൾ ഇതിൽ ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത്, ക്ഷേത്ര കിണറിനോട് തൊട്ടടുത്ത് ഒരു വീട് നിർമ്മിക്കാനുള്ള തറയിട്ടു. ആ സമയത്ത് ഞങ്ങൾ കോടതിയിൽ പോയി അതിന് ഇഞ്ചക്ഷൻ ഓർഡർ കൊണ്ടുവന്ന് ആ ഇഞ്ചക്ഷൻ ഓർഡർ നിലനിൽക്കുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ കിണറിന്റെ മുകളിലുള്ള ഗ്രില്ല്, കയറ്, ബക്കറ്റ് ഇതെല്ലാം അവരെടുത്ത് ദൂരെ കളഞ്ഞു. പിന്നെ അവിടെ ഒരു താൽക്കാലിക മോട്ടർ അവര് സ്ഥാപിച്ചു. ക്ഷേത്ര കിണറ് അശുദ്ധമാക്കി. ആ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ പോലീസിൽ അപ്പോൾ തന്നെ പരാതി കൊടുത്തു. പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളോട് സ്റ്റേഷനിലേക്ക് എത്താൻ, ഇന്ന് 10-10:30 സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോ നെല്ലിപ്പുറം പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണുള്ളത്. ഇപ്പം ഉടനെ കയറി എസ്ഐനെ കണ്ട് അതിനുശേഷം ഇനി എങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശ്രീ സുര, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈ പോലീസ് വിളിച്ചത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ? അങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അത് വാസ്തവമാണോ? അത് എന്താണെന്ന് അറിയില്ല. കാരണം ഇന്നലെ രാത്രിയാണ് പരാതി കൊടുത്തത്. അപ്പം 10 മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ കയറിയാലേ അറിയുള്ളൂ എന്താണെന്നുള്ളത്. ഇത് കോടതിയിലെ കമ്മീഷൻ വന്ന എല്ലാം തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട പരപ്പനങ്ങാടി മുനിസിപ്പൽ കോടതിയിൽ. അവിടുന്ന് നമുക്ക് സ്റ്റേയും കിട്ടി. അതിന്റെ സ്റ്റേ അവർക്ക് പരപ്പനങ്ങാടി കോടതിയിൽ നിന്ന് നമ്മളെ എതിർകക്ഷികൾക്ക് അത് വെക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവര് തിരൂര് മേൽക്കോടതിയിൽ പോയി. ആ തിരൂർ കോടതിയിലാണ് ഇപ്പം കേസ് നിൽക്കുന്നത്. തിരൂരിൽ നിന്നും അവർക്ക് സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ മാസം ലാസ്റ്റിലേക്ക് കേസ് നീട്ടിവെക്കുകയാണ് അവിടെ ഉണ്ടായത്. ശ്രീ സുര, ഈ കോടതിയിൽ നിന്നുള്ള ഇഞ്ചക്ഷൻ ഓർഡറിന് ശേഷം ഈ എതിർകക്ഷികൾ ഈ പരസ്യമായി എന്തെങ്കിലും പറയുകയോ മറ്റോ ഉണ്ടായോ? നിങ്ങളോട് സംസാരിക്കുകയോ മറ്റോ ഉണ്ടായോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾക്കോട് സംസാരിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരാണ് ഇവർക്ക് നമ്മളോട് അങ്ങനെ ഒരു സമാധാനപരമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായില്ല. പെട്ടെന്നാണ് ഇപ്പൊ ഈ നടപടി ഉണ്ടായത്. നമ്മൾ വെള്ളം എടുക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു ലോഡ് കല്ല് കൊണ്ടുവന്നിട്ട് തടഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട സ്ഥലം തന്നെയാണല്ലേ ഈ അടച്ചിരിക്കുന്നത്? അതെ അതെ അതെ. ശരി, ഈ സംഭവം നടന്നിട്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് രാത്രിയിലായിരിക്കുമോ ഇത് നടന്നിട്ടുണ്ടാവുമോ? അങ്ങനെയാണോ സംശയിക്കുന്നത്? നടന്നിട്ടുണ്ടാകാൻ തോന്നുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം അവിടെ വിളക്ക് വെക്കാൻ പോയപ്പോഴാണ് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷേത്രത്തിൽ വിളക്ക് വെക്കാൻ പോയപ്പോൾ